തിരക്കില്ല, ഒരു ചാലഞ്ച് നിൽക്കുക. ഒരു മണി ചലഞ്ചാ. ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ എത്ര പൈസ വേണം എന്നെ എടുക്കുക. എന്നെ അറിയാം, അതുൽ രാജ് എണ്ണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതുൽ രാജ് എണ്ണം ഫോളോ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. ഞാൻ ആയും ശരിയാ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അല്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അതുൽ രാജ് എണ്ണം ഫോളോ ചെയ്തോ. അതൊന്ന് ഫോളോ ചെയ്ത് ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല നോക്ക്. ഇല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് പൈസ വേണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് പങ്കെടുക്കുന്നതല്ലേ. നിങ്ങൾക്ക് പൈസ വേണ്ട. ആ ചെക്ക് ചെയ്താ ജസ്റ്റ്. ഞാൻ ആയും ശരിയാ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തൊക്കെ എന്നെ ഫോളോ ചെയ്തോന്ന്. അതുൽ രാജ് എണ്ണം ഒന്ന് നോക്കിക്കളാ. ഒന്ന് അതുൽ രാജ് എണ്ണം ചെയ്തോ നോക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തി. അതുൽ രാജ് എണ്ണം നോക്ക് നോക്ക്. ഒന്ന് അതാ ഫോളോ ചെയ്തേക്ക്. അപ്പൊ ജസ്റ്റ് നിങ്ങളെ വക ആൾക്കാരിലേക്ക് എത്തിക്കോട്ടെ. നിങ്ങളെന്താ ചെയ്യുന്നത്? അമ്മ പോലീസിലാ? ഏടാ? വളയം പോലീസില്. എന്തില്? ഏതാ സ്റ്റേഷനല്ല, ക്യാമ്പ്. നിങ്ങളോ? ഞാൻ ആർമിയിൽ വർക്ക് ചെയ്തു. അമ്മ രണ്ടാളും ഭയങ്കര തന്നെ എന്നാല്. അപ്പൊ നല്ലതാ. നിങ്ങളെ വക ഞാനിപ്പോ പാവപ്പെട്ടായിരിക്കും കൊടുക്കാൻ നമുക്ക് പൈസ. അതെന്നെ ഒന്ന് ചെക്ക് ചെയ്താളാ. എന്നാ പിന്നെ ഇതാ അങ്ങനല്ല. അപ്പൊ ഇത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഇതാ പിടി. എന്നാ പിടിക്ക്. അല്ല അതല്ല, ഒരു സാധനം കാണിച്ചു തരാം. ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇത് അപ്പൊ നിങ്ങളെ ബർത്ത്ഡേ ആയതുകൊണ്ട് അഴിയാൻ തന്ന പണിയാ. നിങ്ങളിത് എണ്ണി കൊടുക്കും ഇത് വരുന്നുള്ളതാണ് ഞാൻ കണ്ടത്. അല്ല ഞമ്മള് വന്നല്ല ഇത്. നിങ്ങൾ പ്രാങ്ക് ചെയ്തേട്ടാ. നല്ല എഫേർട്ട് ഇട്ടു. പക്ഷെ ഇവന്റെ ഒരു സംഭവം പൊളിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അപ്പോ സത്യം ഞാൻ നിങ്ങളെ എന്റെ സംഭാവന ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്ത് മനുഷ്യന്മാറാ. എന്റെ മോനെ ഇതെങ്ങനെ അറിഞ്ഞു വെച്ചാല് ഇന്നലെ ഫോൺ ഇവൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവന്റെ സിസ്റ്റർ ലക്ഷ്മി അറിഞ്ഞു. അപ്പൊ ഇന്നലെ എന്നോട് വിളിച്ചിട്ട് വെച്ച് നാളെ അഖിലേച്ചിന്റെ ബർത്ത്ഡേ ഉണ്ണിയായിട്ട് എന്തെല്ലോ പ്രാങ്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ലൗഡ് സ്പീക്കറിൽ കാർന്ന് സംസാരിച്ചേ. അപ്പൊ അതീവൻ അറിഞ്ഞു. അപ്പൊ പറഞ്ഞു ഇവരെന്തായാലും പ്ലാൻ ചെയ്തല്ലേ, ഇവൻ ഇത്ര റിസ്ക് എടുത്തല്ലേ, നിങ്ങൾക്ക് വരാം. നിങ്ങളെ വീഡിയോ ഇന്നലെ രാത്രിയും കൂടെ ഇവിടെ എനിക്ക് കാണിച്ചത് ഏതാണെന്നറിയോ? ഒരു കുട്ടീനെ പറ്റിക്കുന്നില്ല ബർത്ത്ഡേ കാറില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇവർ ഇത്രക്കാരാ, ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവര് കണ്ടാണ് ഒരു ഞാൻ അപ്പാട് തളർന്നായി ശരിക്കും സത്യം അറിയാലോ. അപ്പോ ഞാനോ പോലീസ് ഒരുപാട് പേരെ പ്രാങ്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ പോലീസുകാരെ പ്രാങ്ക് ചെയ്യാൻ പോയാൽ എങ്ങനെ ശരിയാവാ? ഒന്നുമില്ല. അപ്പൊ അതിന്റെ ഒറിജിനാലിറ്റി പോകില്ലേ? ഞാനിങ്ങനെ വിചാരിക്കുന്ന ഇത്രയും ഒരു അളിയൻ ഇത്രയും സന്തോഷമായിട്ട് നിങ്ങൾ വെറുതെ പറയുന്ന ഇനി ഓരോ മാട്ടത്തെ പണിയെടുക്കണം. ഞാൻ അപ്പഴത്തേക്ക് മെന്റലി തളർന്നുപോയി സത്യമായിട്ട്. പാവം ഞാനിങ്ങനെ വിചാരിക്കുന്ന ഗുഡ് എഫേർട്ട് പറ്റിപ്പോയി, കുഴപ്പമില്ല. നമ്മളെ രണ്ടാളെ ഒരു പറ്റിച്ച് അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാരോട് കളിക്കാൻ പറയുന്നത്. ആൾക്കാരോട് കളിക്കുമ്പോ പോലീസുകാരോടും പട്ടാൾക്കാരോട് കളിക്കുമ്പോ എങ്ങനെയാ ശ്രദ്ധിക്കണം അല്ലേ? ഉഷാറായിക്ക് എന്തായാലും. നിങ്ങൾ വിചാരിച്ചില്ലല്ലോ. ഞാൻ തളർന്നു. ഇവൻ അവിടെ നിർത്തിയിട്ട് മൂത്രയ്ക്ക് വന്ന് മറ്റേ ഫോൺ എടുത്തിട്ട് പുറത്ത് പോയി. ഞാൻ ഉള്ളിന്ന് ചിരി വരുക. ഇവൻ ഇങ്ങനെ വിളിക്കാൻ പോകാൻ നമുക്കറിയാലോ. എന്തായാലും അടിപൊളിയാക്കി. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഉഷാറായിക്ക് എന്തായാലും. പോലീസുകാരത്തിയാണ്, മിലിറ്ററിക്കാരനാണ്. ഇവരോട് കളിക്കണം പറയുന്നത് ഇതാണ്. ഇത് ഇത്ര വലിയ പണിയാണെന്നെ അറിയുന്നില്ല. ഞാനപ്പടെ എന്തായിപ്പോയി സീരിയസ് ആയിട്ട്. എന്തായാലും ഹാപ്പി. അങ്ങനെ വന്നിട്ട് ഇവിടെ നിനക്ക് പണി കിട്ടി. അപ്പൊ ബായ്. ഉഷാറായില്ല? ഇപ്പോഴും തെളിയുന്നില്ല. ഇല്ല ഞാൻ വിചാരിക്കും നിങ്ങൾ ഇത്ര ആയിരിക്കും. എനക്കും കിട്ടിയില്ല പണി. നിങ്ങൾക്കെല്ലാം നല്ല കിട്ടിയ. ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഞാനൊരു ഭാവം മാറ്റൊന്നുമില്ല. ഇല്ല അടിപൊളി. ഇവരുടെ ഭയങ്കര മെയിൻ ആള്.
അപ്പോൾ ഇതാ 3 ഫോട്ടോസാണ് വെക്കാൻ പറഞ്ഞത്. 1 2 ഒന്നുകൂടി ഉണ്ടല്ലോ. ഒന്ന് ഇവിടെ എങ്ങനെ ഇടിയുള്ളൂ. ആ ഇതാ ഓക്കെ. അല്ലോ കുറേ ഇതായി അതന്നെ കഷ്ടപ്പെട്ടു. ഇന്നലെ കൊണ്ടുതന്ന രാത്രി അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ 10:30 കൊണ്ടുതന്നത് ഞാൻ മറക്കൂല എന്തായാലും. അപ്പൊ അനിയനോടെന്നാ പറയുകളെ മൂഞ്ചി പോയി ആൾക്കാരോടും പോലീസുകാരോടും അധികം കളിക്കരുത്. അതന്നെ സത്യമൊക്കെ മനസ്സിലായി. ഞാൻ ശരിക്കും നിങ്ങളെ മണ്ടം മാറാക്കാന്ന് വെച്ചിട്ട് വന്നത്. പക്ഷെ ഞാളാ മണ്ടം മാറാൻ ഞാനെല്ലെങ്കിലും ഇട്ട് വരും. പോലീസുകാർ ചെയ്തത് കണ്ടോ ഇനി ഒന്നും നടക്കൂല. ചെയ്തപ്പോ തിരിച്ചു കിട്ടിയത് കണ്ടോന്ന് പറഞ്ഞിട്ട്. ഓക്കെ എന്നാ സെറ്റ് ബൈ. താങ്ക് യു. രണ്ടാളുടെ നല്ല എഫേർട്ടിന് താങ്ക് യു. അങ്ങനെ വന്ന് പണി വാങ്ങിച്ചു. വേണ്ട ഞാൻ കേക്ക് എടുത്തിട്ട് തരാം. നിനക്ക് ചിരി വരുന്നുണ്ടല്ലോ. ഇതങ്ങ് അടിച്ചു വേണ ഇതിലുണ്ട്. ഇത് അഡ്വാൻസ് ആയിപ്പോയില്ലേ? ഇത് പറ്റിക്കാതെ വെച്ചിട്ട് അഡ്വാൻസ് ആക്കി. എന്നാ പിന്നെ ഡയറക്റ്റ് ആക്കി. പക്ഷെ നിങ്ങൾ പോന്നല്ലേ ഇന്നാറ്റോ? നാളെ പോന്നല്ലോ. അപ്പൊ ഇതാ രണ്ടാമതൊന്നും രണ്ടാളല്ലേ ആള്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. എത്ര വയസ്സായി? അല്ല ഞാൻ എന്തെങ്കിലും പണി കൊടുക്കണ്ട. അത് പറയാം. ഇവരെ സമ്മതിക്കുന്നില്ല. ഇവര് വിട്ടു തരുന്നില്ല. അപ്പൊ എന്തായാലും ഉഷാറായിക്ക് പോരാ. എന്തായാലും മാനസിക വിഷമായിട്ടുണ്ട്. എനക്ക് ആദ്യം പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്തായി മനുഷ്യ ഇങ്ങനത്തെ ഇപ്പൊ ഉണ്ടോന്ന് എങ്ങനെ പ്രതീക്ഷിക്കുന്ന. അടിപൊളി എന്തായാലും കേട്ടോ. ഓക്കെ സെറ്റ്. എന്തായാലും ലൈഫിലും ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഓക്കെ എന്നാ ശരി ബൈ. എന്തല്ല അല്ലേ ഓരോരുത്തരെ എന്തെന്നായിക്കത് വാച്ചായിക്കും നിനക്കൊന്ന്. എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല. എന്താണ് സാ ഇതിങ്ങനെ പൂട്ടിക്കെട്ടി വെച്ച പോലീസ് പോലീസ് ഞാൻ മനസ്സിലെ വാച്ചാന്ന് പോലീസിന്റെ വാച്ചിന്റെ പോലീസിന്റെ വാച്ച് എന്നാ ഓരോന്ന് കെട്ടിപ്പിടിക്ക്. അങ്ങനെ രണ്ടാളെല്ലാം ഒന്ന് ആഘോഷിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു.